ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തയും സർക്കാരും തമ്മിലുള്ള പോര് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇപ്പോൾ യോഗേഷ് ഗുപ്തയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിജിലൻസ് മേധാവിയായിരിക്കെ നടത്തിയ ഇടപെടലുകളാണ് അന്വേഷിക്കുന്നത്. സുപ്രധാന ഫയലുകൾ യോഗേഷ് ഗുപ്ത ചോർത്തി എന്നാണ് ആരോപണം. ചട്ടവിരുദ്ധമായി കേസുകളിൽ ഇടപെട്ടതായും പരാതിയുണ്ട്. ആഭ്യന്തര സെക്രട്ടറിയാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. ഋഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഋഷിപാൽ, ഫയൽ ചോർത്തിയതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നയാളാണ് യോഗേഷ് ഗുപ്ത. യോഗേഷ് ഗുപ്തയ്ക്കെതിരെ അന്വേഷണം തുടങ്ങി എന്നാണോ മനസ്സിലാക്കേണ്ടത് ഋഷി? അരുൺകുമാർ, സംസ്ഥാന ഫയർഫോഴ്സ് മേധാവിയെ യോഗേഷ് ഗുപ്ത കേന്ദ്ര സർവീസിലേക്ക് മാറാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത്. സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, പരാതികൾ അന്വേഷിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത് സംബന്ധിച്ച് ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. യോഗേഷ് ഗുപ്ത സംസ്ഥാന വിജിലൻസ് മേധാവിയായി പ്രവർത്തിക്കുമ്പോൾ നടത്തിയ ഇടപെടലുകളാണ് ആഭ്യന്തര സെക്രട്ടറി അന്വേഷണ വിധേയമാക്കുന്നത്. അതിൽ ചില പരാതികൾ യോഗേഷ് ഗുപ്തയ്ക്കെതിരെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നിർണായകമായ ഒരു അന്വേഷണം, ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഫയല് അത് ചോർത്തിയെന്നതാണ് ഒരാരോപണം. മറ്റൊന്ന്, ചില പ്രധാനപ്പെട്ട കേസുകളിൽ അനധികൃതമായി ചട്ടവിരുദ്ധമായി വിജിലൻസ് മേധാവി ഇടപെട്ടു എന്നതാണ് ആരോപണം. ഈ രണ്ട് പ്രധാന ആരോപണങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതായാലും ഈ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് വിജിലൻസ് ക്ലീൻ ചിറ്റ് യോഗേഷ് ഗുപ്തയ്ക്ക് നൽകാത്തത് എന്ന വിശദീകരണമാണ് പുറത്തുവരുന്നത്. ഏതായാലും യോഗേഷ് ഗുപ്ത ഇത് സംബന്ധിച്ച നിയമപോരാട്ടം തുടങ്ങിയിട്ടുണ്ട്. ആർബിട്രേഷനിലേക്ക് പോയിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. കാരണം കേന്ദ്ര സർവീസിലേക്ക് താൻ പോകുന്നത് തടയാൻ വേണ്ടി സംസ്ഥാന സർക്കാരിലെ ചില ഉദ്യോഗസ്ഥന്മാർ ഇടപെടുന്നു അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി റാവണ ചന്ദ്രശേഖരൻ അടക്കം ഇത് സംബന്ധിച്ച ചില കത്തുകൾ കഴിഞ്ഞ ദിവസം യോഗേഷ് ഗുപ്ത നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതാണ്. യോഗേഷ് ഗുപ്തയ്ക്കെതിരെയുള്ള ആഭ്യന്തര സെക്രട്ടറിയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. ഇത് സംബന്ധിച്ച് ഏറെ വൈകാതെ തന്നെ റിപ്പോർട്ട് സർക്കാരിന് ആഭ്യന്തര മന്ത്രിക്ക് കൈമാറും. ആഭ്യന്തരമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.